മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. ഓ പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവൂതം മകനെ വലിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ആകാശത്തിലേക്ക് പറന്നു പോകുന്ന ഏലിയാവ് പോകുമ്പോൾ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. ചുഴലിക്കാറ്റടിച്ചെന്നാണ്. നമ്മുടെ നാട്ടുകാരിൽ ചുഴലിക്കാറ്റ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഭീകരമാ. കൊടുങ്കാറ്റിനേക്കാൾ ശക്തമായ ചുഴലിക്കാറ്റ് ആഴ്ചകൊണ്ട് പോകുമ്പോൾ ആ ദേശത്തുള്ള വൃക്ഷങ്ങളും സസ്യങ്ങളും കല്ലും പൊടിയും പർവ്വതെല്ലാം കൂടെ പറിച്ചെടുത്ത ചില സ്തൂപം പോലെ. ആ യോർദാന്റെ കരയിൽ രണ്ടുപേരെ നിൽക്കുമ്പോഴാണ് പിരിയുന്നത്. രഥങ്ങൾ വന്നു, ഏലിയാവിനെടുത്തു, ചുഴലിക്കാറ്റടിച്ചു. എന്റെ ഭാഷ പറഞ്ഞാൽ യോർദാന്റെ അക്കരെ നിൽക്കുന്ന ഏലിയാവും എലീശയും, ഏലിയാവ് പോകുന്നു, അവിടെ മുഴുവൻ ചുഴലിക്കാറ്റിന്റെ ശബ്ദവും ആ ഭീകരതയിലും ആ ദേശത്തെ പൊടി മുഴുവൻ നിറഞ്ഞിങ്ങനെ പടർന്നു നിൽക്കുക. പൊടിക്കാറ്റടിച്ചു വരുമ്പോൾ കണ്ണിനകത്ത് പൊടിമടലം, കൊടുങ്കാറ്റിന്റെയും ചുഴലിക്കാറ്റിന്റെയും ഭീകരതയാൽ കൺപോളകളിൽ അടിച്ചു നിറയുക. കണ്ണിലൊരു കരട് പോയാൽ നമ്പറുണ്ടല്ല. ദേശത്തെ പൂഴി മുഴുവനും ഈ ചുഴലിക്കാറ്റിന്റെ ഭീകരതയിൽ പറന്നുയരുമ്പോൾ അതിൽ കുറെ പൊടികൾ ആ കാറ്റിന്റെ താണ്ഡവത്താൽ യേശുവിന്റെ കണ്ണില് നമ്മുടെ കണ്ണിൽ പൊടി പോയി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കണ്ടിരുന്നു. നോക്കിക്കേ, ചുഴലിക്കാറ്റിന്റെ ഭീകരതയിൽ പൊടിപടലം പടർന്ന കയറി രണ്ട് കണ്ണിലും പൊടി നിറഞ്ഞു നിന്നിട്ടും ഒന്ന് കണ്ണടയ്ക്കുകയോ കണ്ണ് ചിമ്മുകയോ ചെയ്യാതിരിക്കുക. എന്താണ് എലീശയത്? ഏലിയാവ് പറഞ്ഞു, ഞാൻ എടുത്തകള്ളപ്പെടുന്നത് നീ കാണുമെങ്കിൽ. അർത്ഥം കാണാൻ കണ്ണിനകത്ത് പൊടി വലം കയറി അവരെ തിരികെയാറി കണ്ണോളം വീഴുമ്പോഴും കണ്ണടയ്ക്കാതെ കണ്ണ് ചിമ്മാതെ നിന്നവന്റെ അടുക്കൽ പുതപ്പ് വീണെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. വനമുടക്കാൻ തയ്യാറാകണം, ധ്യാനം ചെയ്യാൻ തയ്യാറാകണം, ഉടനെ കരയാൻ തയ്യാറാകണം. എങ്കിലേ ഭാവിക്കാനൊക്കത്തുള്ളൂ. ഇത് മകൻ അനാഥൈവം തരാൻ പോലെ കമ്പോളെ അറിയാതില്ലേ. എനിക്ക് ഉറക്കം പറഞ്ഞ് ഇങ്ങനെ നടക്കാം. ഉറങ്ങാതെ ഉടർന്നില്ല. നീ വേണ്ട പ്രാർത്ഥിച്ചോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ, എനിക്ക് അതിന് നേരം. കണ്ണിമ്മ വെട്ടാതെയും കൺപോള ചിമ്മാതെയും ഉറങ്ങാതെയൊക്കെ പ്രാപിച്ചതാതെയും അവരോട് കുറെ കിട്ടുകൊണ്ടാണ് രണ്ട് കണ്ണി അടിച്ചു പോയെന്ന് കണ്ടിട്ടും പിടിച്ചു തന്നത്. അച്ചായൻ പോയി. എന്റെ കൂടെ ഉണ്ടോ? ആരുടെ പദപ്പെടുത്ത് മടക്കി കൈ ബലമായിട്ട് പിടിച്ചു. ഭയങ്കര ഹാപ്പി. കണ്ണൊന്ന് പയ്യെ തുറന്ന് കൈ വിരൽ കൊണ്ട് പൊടികളൊക്കെ കുറച്ചൊക്കെ മാറ്റിക്കളഞ്ഞു. ചുറ്റിൽ നോക്കിയപ്പോൾ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും വന്നതുകൊണ്ട് അന്തരീക്ഷം വല്ലാതെ കിടക്ക ഒരു ഇരുള് പോലെയാണ്. ഏലിശയ്ക്ക് മനസ്സിലായി ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, രക്ഷണം. എവിടെ വരെ എത്തണം?
യോർദാനിൽ നിന്നും അടുത്ത് നേരെ എരിഹോ, പിന്നെ ബേഥേൽ, അത് കഴിഞ്ഞ് ഗിൽഗാൽ. അത്രയും ദൂരം തിരിച്ചു പോകും. അത്രയും ദൂരം നടന്നാണ് ഇവിടെ വരെ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു ആവേശം ഉണ്ടായിരുന്നു. കാരണം കൂടെ ശ്രദ്ധിക്കണം, ഇനിയുള്ള യാത്രയല്ല ആരുമില്ലെന്നോർത്തു ഞാൻ കരയുന്ന നേരവും ചാരെ വന്നൻ കണ്ണു നീ തുടച്ചിടും യേശുവേ നാമം എത്ര ഉന്നതം, യേശുവേ നാമം എത്ര മാധുര്യം. തിരുവനന്തപുരത്തുള്ള സൂപ്പർമാർഷ ടിക്കറ്റ് എടുത്ത് പഴയ സൂപ്പർമാർഷ കോട്ടയത്തേക്ക് പോവാ. സീറ്റിൽ കയറി കഴിഞ്ഞാൽ പോരാടും. ഉറങ്ങാൻ വേണ്ടിയാണ് ടിക്കറ്റ് എടുത്ത് കയറിയത്. കോട്ടയം വരെ 3-4 മണിക്കൂറുണ്ട്. പക്ഷെ അന്ന് ഉറക്കം വന്നില്ല. ദിവസം കഴിഞ്ഞ് പോവാം പാതിരപ്പള്ളിയിൽ. ബാഗ് ചങ്കോട് ചേർത്ത് പിടിച്ചു. വണ്ടി ഇരുന്നിട്ട് പറയുക, ആരുമില്ലെന്നോർത്തു ഞാൻ കരയുന്ന നേരവും ചാരെ വന്നും കണ്ണു നീ തുടച്ചിടും യേശുവേ നാമം എത്ര ഉന്നത. പാട്ട് പാടാത്തത് മറക്കാത്തത് കാരണം ഇതേ രാഗത്തിൽ ഒരു പാട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ പൗരുഷന് കേട്ടു. എനിക്ക് പണി വരണ്ട, അവിടെ ഞാനത് ഇറക്കിയില്ല. യേശുവേ നാമം എത്ര മാധുര്യം. ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. തിരിച്ചവിടെ എത്തണം. തുടങ്ങിയ കാലത്തെത്തണം. ഞാൻ 3 കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. ഈ പുതപ്പ് എടുത്തുകൊണ്ട് അവൻ എവിടെ വന്നു? യോർദാന്റെ അവിടെ വന്നു നിൽക്കാം. മാത്രം കൈ പിടിച്ച് നിൽക്കുക. 3 കാര്യം എലീശയെ ഭാരപ്പെടുന്നത്. നമ്പർ 1, യജമാനൻ തന്നെ വിട്ടു പോയതിന്റെ നൊമ്പരം. 2-3 മണിക്കൂർ സമയം ഈ ചുഴലിക്കാറ്റിന്റെ ഭീകരതയിൽ അന്തരീക്ഷം മുഴുവൻ പൊടി പടർന്ന് നിന്നപ്പോൾ അതിനുള്ളിലായതിന്റെ ഒരു ശ്വാസമുട്ടലുണ്ട്. ഇതെല്ലാം സഹിക്കാമെങ്കിലും ഈ പുതപ്പുമായി യോർദാൻ കടന്നിരിക്കുമ്പോൾ അടുത്തൊരു വലിയ വേദനയുണ്ട്. അതാണ് ഏറ്റവും ഭയങ്കരം. ഒരു 50 പ്രവാചക ശിഷ്യന്മാർ ദൂരെ നിന്ന് തന്നെ അതാണ് സഹിക്കാനൊട്ടും. എനിക്ക് എന്ത് ഭവിക്കുമെന്നറിയുവാൻ ഇവിടെ നോക്കിക്കേ. 50 പേര് ദൂരെ. ഞാൻ പൊതുവെ ടൗണാ. അച്ചായൻ പോയതിന്റെ വിഷമം. പൊടിക്കകത്ത് കുറെ നേരം നിന്നതിന്റെ ഒരു വീർപ്പ് വിട്ടൽ. അപ്പോഴാണ് ഈ 50 പേരുടെ 50 പേര് നോക്കിയിട്ട് പറയാം. അവര് പറഞ്ഞു അന്നേ നമ്മള് പറഞ്ഞ പുള്ളിയുടെ കൂടെ ഞാനപ്പോ മനസ്സിലാക്കി. ശ്രദ്ധിക്കണം, ഈ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ച് വിടുതലെടുക്കാൻ പറ്റിയ ഒരു മാനസിക നിലയിലല്ല ഇപ്പൊ ആരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കൃപയുണ്ട്, പ്രാർത്ഥിക്കും. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ച് വിടുതലെടുക്കാൻ പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയല്ല. എന്റെ കൂടെ വാ. നോക്കി എന്നെ നോക്കി ഇരിപ്പുണ്ട്. പ്രാർത്ഥിച്ചു കൊടുക്കണം. എങ്ങനെ നിങ്ങൾ എന്നോട് പറയാം, പക്ഷെ ഇത് പ്രാർത്ഥിച്ചു ഉപസിച്ചു എങ്ങനെ നിങ്ങൾ അതിനുള്ള സോഴ്സോട് പറഞ്ഞതാ. വഴി കൂടെ ഇതിവിടെ തീരുമെന്ന് എനിക്കറിയില്ല. രാമേ പറഞ്ഞ
എനിക്ക് പ്രാർത്ഥിക്കാനോ ഉപസിക്കാനോ ആരാധിക്കാനോ ഉപസിച്ച് പ്രാർത്ഥിച്ചെടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാനിവിടെ. പക്ഷെ എന്റെ മുമ്പിൽ ഒരു വിഷയമുണ്ട്. യോർദാൻ കടന്നേ പറ്റൂ. നമുക്ക് നിങ്ങളോട് പറയാം, ഒരു വാശി ഉണ്ടായിരിക്കണം. ഈ മുമ്പിലുള്ള എന്റെ പ്രതിസന്ധിയെ വിശ്വാസത്താൽ പ്രതിസന്ധികളെ ജയിക്കാം. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഇപ്പൊ നിർത്താം. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അങ്ങനെ അവർ ഇരുവരും കൂടി പോയി പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. പ്രവാചക ശിഷ്യന്മാർ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. ഇത് എപ്പോ തുടങ്ങിയോ? അവന്റെ കൂടെ നടന്നപ്പോഴേ 50 പേരും. ഇത് രണ്ടും കേട്ടുണ്ടെങ്കിലും അവിടുന്ന് പുറപ്പെട്ടു. ഇനി അടുത്തത് 2:15. എരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് എരിഹോവിൽ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാത്ത കുറെ കൂടിയിട്ടുണ്ട്. 50 പ്രവാചകന്മാരില്ലേ അവരുടെ കൂടെ നടന്നപ്പോ അവർക്കെതിരെ ദൂരത്ത് നിൽക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോ എലീശ ഒറ്റയ്ക്കായപ്പോൾ പർപ്പസായ സ്ഥലം പറയുന്നുണ്ട്. വായിക്കാം. അവർ എരിഹോവിൽ ആർക്കെതിരെ? ഇങ്ങനെ നോക്കി, ആർക്കെതിരെ? ഈ എതിരെ എന്നുള്ളത് ഇംഗ്ലീഷിൽ എന്ന് പറയാം ഓപ്പോസിറ്റ്. ഞാൻ പലപ്പോഴും ദൈവജന മെസ്സേജ് ഉണ്ടാക്കുന്ന എനിക്കെന്നെ ഭ്രാന്ത് വരും. ആ കൂടെ അറിയാത്തൊരു സംഭവം ഈ ഒരു പുസ്തകം വായിക്കുന്നതിനകത്ത് നോക്കാം. വേറെ എന്തെങ്കിലും എന്റെ കൂടെ വന്നേ. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ കയ്യിൽ ഇരട്ടി ശക്തിയുടെ പതപ്പ് ഉണ്ട്. കൃപയാ ഞാൻ ആർക്കും ഒരു ദോഷം ഇതുവരെ പറ ആരോടും മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കുണ്ടായിരുന്ന 22 കാളയും അതിന്റെ കലപ്പയും വെട്ടിക്കണ്ടിച്ച് കയറി കാളയെ യാഗമണം പണിതുണ്ടാക്കി യാഗം അർപ്പിച്ച് എന്റെ കോടിക്കണക്കിന് രൂപ ഞാൻ വിട്ട് കളഞ്ഞിട്ടാണ് ഉപദേശപുറയിൽ ചുമ്മാതെ വന്നതല്ല. ഞാൻ ചെയ്തതെല്ലാം ഇതുവരെ നല്ലതാ. ഇപ്പൊ ഇരട്ടി കൃപ വച്ച് യോർദാന്റെ കരയിൽ നിൽക്കുമ്പോഴും എനിക്കെതിരെ വ്യാഖ്യാനിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുമ്പോഴും എനിക്കൊരു അതെനിക്കത് ഇംഗ്ലീഷ് കറക്റ്റായിട്ട് പറഞ്ഞു. ഓപ്പോസിഷൻ. ഞാൻ നിങ്ങളുടെ ചോദിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാറുണ്ടോ? നിങ്ങൾ ആർക്കും ഒരു കുഴപ്പം ചെയ്തില്ല, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, എവിടെയെങ്കിലും ഒരുത്തൻ ഓപ്പോസിറ്റ് ആയിട്ട് വരും. നിങ്ങളാണല്ലോ 50 പേര് നോക്കി കുറെ മാണിക്കുന്നത്, കുറെ ദിവസങ്ങളായിട്ട് മാറിങ്ങനെ കുറെ നടന്നിങ്ങനെ. ഞാൻ എലിയുടെ സ്ഥാനത്ത് നിങ്ങളെ എന്നെ വെക്കുക, എന്നെ വെക്കുക. നമ്മളാരും എന്ത് ചെയ്യുന്നത് ഇപ്പൊ ചെയ്തില്ല. അല്ലെങ്കിൽ ഞാൻ പറയോ ഇനി അങ്ങനെ പറഞ്ഞൊരു കാര്യം 2 ബാക്കി ഒന്ന് പറയണം. കുറെ നാളായല്ലോ എന്ന് ഏതായാലും പറയാതെ ഇങ്ങനെ ശല്യം ചെയ്തോണ്ടിരിക്കുന്നു. മര്യാദയ്ക്ക് എതിരാളികൾ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് ഇങ്ങനെ തുറിച്ചു നോക്കി ഇപ്പൊ ചാവാൻ വേണ്ടി പോവാം. നമ്മൾ ഏകദേശം ഒരു കാര്യം മനസ്സിലായി, അവർക്ക് മറുപടി കൊടുക്കേണ്ട സമയമല്ല ഇത്. പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുന്നു, നീ ആരോട് മറുപടി കൊടുക്കേണ്ട കാലമല്ല. നിനക്ക് ഞാൻ വന്ന പ്രളയാൽ യോർദാനെ പിളർന്നു. വിമർശിക്കുന്ന ഭാര്യയ്ക്കും കുറ്റം പറയുന്ന ഭർത്താവിനും പരിഹസിക്കുന്ന തലമുറയ്ക്കും പരിഹസിക്കുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും മറുപടി പറയാനുള്ള സമയമല്ല ജിത്തു. ഇത് അഭിഷേകത്തിന്റെ പകല. നിന്റെ മുമ്പിൽ ഒരു ജോലിയുണ്ട്. അതെന്താറിയാമോ? ഏരിയാവ് ചെയ്ത് കോമായിട്ട സ്ഥലത്തോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമോ? നമ്മൾക്കെതിരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്കുണ്ടല്ലോ, നമ്മുടെ മറുപടി കൊടുക്കാൻ പോയി നമ്മുടെ കയ്യിൽ പുതപ്പും നമ്മൾ
കാരണം ഈ നോക്കി നിൽക്കുന്നവരുടെ കാരണം കയ്യിൽ എന്തില്ല. എന്റെ ഇതുകൊണ്ട് ഞാൻ ഒത്തിരി വില മുടക്കി. ആണോ? ആണെങ്കിൽ ആണെന്ന് പറയാം. വില മുടക്കി പ്രാപിച്ച ദൈവം ആരാണ് ഏതാണ്ട് പറഞ്ഞോണ്ട് ഞാൻ ചലഞ്ചായി ഒരിക്കൽ കൂടെ പറയാൻ നമുക്ക് എളുപ്പമാണ്, ജീവിക്കാൻ പാടാം, പ്രസംഗിക്കാൻ എളുപ്പമാണ്, അതുപോലെ പോകാൻ പാടാം. വീഡിയോ രാവിലെ ഞാൻ ജസ്റ്റ് റൂമിൽ കാണാൻ ഒരു പദം കണ്ടു. കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കി ബഹുതല കെട്ടിടവും പണമുണ്ടാക്കി അതിനകത്ത് പാർക്കുന്നവരെ വിളിച്ചു പറയുന്നത് CC തോമസോ പ്രിയമുള്ളവരെ കഷ്ട സഹിക്കാതെ ദൈവം വരം തന്നു. കട്ട സഹിക്കാൻ വരം തന്നെന്ന് നീ എഴുതേറ്റത് പ്രസംഗിക്കുമ്പോൾ നീ കട്ടം സഹിക്കുന്നവനായി കാണിച്ചു കൊടുക്കണം. ഉണ്ടാക്കി വെച്ച് മാളിക പലതും ഉണ്ടാക്കി വെച്ച് പാവപ്പെട്ട വിശ്വാസത്തേക്ക് സഹിച്ചോ ഞാൻ പ്രസംഗിപ്പിക്കരുതെന്ന് കൺക്ലൂഷൻ അത് പ്രസംഗിച്ച വീഡിയോ ഞാൻ കണ്ടു. ശരിയാ? നമുക്ക് ആരോടും മറുപടി ഒന്നും പറയാനൊന്നും എന്റെ കൂടെ വാ. പ്രാർത്ഥിക്കാൻ പോവാണ്. അതിന് മുമ്പ് എലീശ ഒത്തിരി കാര്യമുണ്ട്, മനസ്സിലേക്ക് പോവാം. അവരെ കണ്ടു, അവർക്ക് മറുപടി ഒന്നും കൊടുക്കുന്നില്ല. എന്റെ പിതാവേ എന്റെ പിതാവേ എന്നെ രണ്ടു വിളി ഒന്നുകൂടെ വിളിച്ചേച്ച് ഈ ബോധപ്പെടുത്തി യോർദാനെ ഒരടി അടിച്ചു. വിത്തിൻ സെക്കൻഡുകൾക്കകം രണ്ടായിട്ട് പിരിഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു പദം ഇന്ന് പറയുമോ? പറ. ഏലിയാവിന്റെ ആദ്യത്തെ ശുശ്രൂഷ ആകാശത്തെ പ്രാർത്ഥിച്ചടച്ചു. ആമേൻ പറ. ആകാശത്തെ പ്രാർത്ഥിച്ചടച്ചവൻ ഏറ്റവും ഒടുവിൽ ചെയ്ത ശുശ്രൂഷയാണ് യോർദാനെ അടിച്ച് രണ്ടാക്കിയത്. പക്ഷെ ഇരട്ടി ശക്തി പ്രാപിച്ച തന്നെ ശിഷ്യൻ തന്റെ ശുശ്രൂഷയുടെ ആദ്യ ദിവസം തന്നെ അപ്പച്ചൻ അവസാനിപ്പിച്ചെടുത്ത് തുടങ്ങി. അവരുടെ ലാസ്റ്റ് മിനിസ്ട്രിയാ. പക്ഷെ ഇരട്ടി ശക്തി കിട്ടിയവർ അത് ആദ്യം ചെയ്തു. ആദ്യം ചെയ്യാത്തത് ദൈവം നിലകൂടെ ജയിപ്പിക്കാൻ പോവാ. നമ്മളെ വിമർശിക്കുന്നവരെ കുറ്റം പറയുന്നത് ഒത്തിരി പേരുണ്ടാവും. നമ്മൾ ഇവരോടൊക്കെ മറുപടി പറയാൻ പോയാൽ നമ്മൾ മരിക്കും. ഒറ്റ കാര്യമുള്ളൂ, നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് വെളിപ്പെടുമ്പോൾ മിറക്കിൾ നടക്കും. ലാസ്റ്റ് കാര്യം, യോർദാൻ പിളർന്നു. എലിയ നല്ല ഗുമ്മനായി ഈ ഉണങ്ങിനകത്തോടെ നടന്നു വന്നപ്പോ ഈ 50 പേരും പറഞ്ഞു, എടാ നമ്മൾ വിചാരിച്ചോല്ലല്ല അപ്പച്ചന്റെ അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞു. കരയോട്ട് വന്ന് കയറി പറഞ്ഞു. അടുത്ത വാക്യം വായിക്കണ്ട. ഈ 50 പേര് ഓടി വന്നിട്ട് എലിശാടെ കാൽക്കൽ പറയുന്നു, നീ ആരുടെയും കാല് പിടിക്കത്തില്ല, പക്ഷെ അവർ നിന്റെ കാല് പിടിക്കും. നിന്റെ ശക്തി ഇരട്ടി ശക്തിയായി മാറുമ്പോ വിമർശിച്ചവരും കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരും വിരോധമായി നിന്നവരും നിന്റെ കാൽക്കൽ വീണു. ഇതാണ് അഭിഷേകം. കുറ്റം പറഞ്ഞവരും കളിയാക്കിയവരും വിമർശിച്ചവരും ധാരാളം പേരുള്ളപ്പോഴും കാണിച്ച ദൈവകൃപയാൽ പിതാക്കന്മാരിൽ ഒരു പ്രാവശ്യം ചെയ്യുക. ഇതിനകം നിയോഗമുള്ള സ്വന്തം ചെയ്യാം. ഞങ്ങൾ പറഞ്ഞ ആവർത്തിച്ചു. ഇങ്ങോട്ട് വരാൻ നേരം കലുഷിതമായി കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ ശബ്ദ കോലാഹലത്തോടെ തീരൻ കവിഞ്ഞൊഴുകുക. ആ യോർദാന്റെ കരയിൽ ഏറ്റവും മുന്നിൽ ആരംഭിക്കുക ഏലിയാവ്. തൊട്ടുപുറയിൽ ആരുണ്ട്? ഞാൻ എലീശയോട് ചോദിച്ചു, എലീശായി എല്ലാ സമ്മർദ്ദത്തിലേക്ക് നീങ്ങാൻ പോവാ. ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കി ഭീകരമായി കരവിലൂടെ യോർദാന്റെ കരയില്ല. പക്ഷെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നുമില്ല, ഒരു ടെൻഷനും ഞാൻ കാണുന്നില്ല. എന്താ അത്ര വലിയ ധൈര്യം? കുറെ നിൽക്കുന്ന എലീശയോട് ചോദിച്ചു, ധൈര്യമോ? വേറെ ഒന്നുമല്ല, മുമ്പിൽ ഏലിയാവുണ്ട്. അറിയാണ്ട ഈ യോർദാൻ കാണുന്നത്. അപ്പൊ യോർദാന്റെ ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ പേടിയില്ലാതെ വിഷമില്ലാതെ ധൈര്യത്തോടെ നിൽക്കാനുള്ള കാരണം ചോദിച്ചാൽ പറയാം, എന്റെ മുമ്പിൽ ആരുണ്ട്? ഓക്കെ, എലീശയുടെ മറുപടിക്ക് ഞാൻ അമ്മ പറഞ്ഞു, പേടിയുണ്ടെങ്കിലും എനിക്ക് അതേ ചോദ്യം ഏലിയാവോട് ചോദിക്കണം. ഞാൻ അത് ചോദിച്ചു, ഏലിയാപ്പച്ച വേണ്ട ഒരു നിമിഷം ശിഷ്യനോട് ചോദിച്ചപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അപ്പച്ചൻ ഫ്രണ്ടിലുണ്ടെന്നുള്ളതാണ് പുള്ളിയുടെ ധൈര്യം. ഞാൻ ചോദിക്കുന്നത്, അപ്പച്ച
അങ്ങനെ ആരും അങ്ങയുടെ മുമ്പിൽ ഇല്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ അതേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. മുഖത്തൊരു വാട്ടവുമില്ല, ഭയങ്കര ധൈര്യമാണ്. എന്താ ധൈര്യത്തിന്റെ പിന്നിൽ? മറുപടി ഒറ്റ കാര്യം, ഞങ്ങളുടെ പിതാക്കന്മാർ പണ്ടിതിലെ പിതാക്കന്മാർ യോർദാൻ പണ്ട് കടന്നതാണ്. അതാണ് എന്റെ ഒരു ചോദ്യം, അതിന് മറുപടി. എലിയാവ് പോയി എലീശ ഒറ്റ ചോദ്യം യോർദാന്റെ കരയെ നിൽക്കുമ്പോൾ ഇതൊന്നും പറയാൻ ആരുമില്ല. ഇവിടെ എലിയാവില്ല, വേറെ ഒന്നുമില്ല. ഞാൻ എലീശയോട് സിമ്പിളായിട്ട് ചോദിച്ചു. ഉപദേശം പച്ചൻ പോയി പ്രത്യേകിച്ച് സാക്ഷികളൊന്നും പറയാനില്ല. ഇതുവരെ ഒരു മിനിസ്റ്ററിന്റെ മുമ്പ് ചെയ്ത് പരിചയമില്ല. എന്താണ് ഇത്ര ഭയങ്കര ധൈര്യം? മറുപടി എന്താണ് ധൈര്യം? താപമോഹന പ്രശ്നം വന്നാലും പരിശുദ്ധാത്മാവിന്റെ പുറത്തുണ്ടെങ്കിൽ അതാണ് ധൈര്യം, അതാണ് ധൈര്യം. ഒരു കരമടിച്ച ദൈവത്തിന് അതാണ് ധൈര്യം. സമുദ്രത്തിനകത്ത് വീണ് കലുഷിതമായി ഇടഞ്ഞു പറയുന്നു. എന്റെ ധൈര്യം എന്റെ അഭിഷേകമാണ്, എന്റെ ധൈര്യം എന്റെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ